ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഫ്ലഫി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് ആണ്. ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ഞാനൊരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്, 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് ബ്രെഡിൽ സോക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമ്മൾ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഏതാണ്ട് ഒരു 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ബാക്കി പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡ് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ക്രീമി ആയിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ആ ബ്രെഡ് പുഡിങ്ങിൻ്റെ കൂട്ട് നമ്മൾ നല്ലതായിട്ട് അടിച്ചെടുത്തു. 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചുകൊണ്ടാണ് ഈ ക്രീമി ആയിട്ട് ഇത് കിട്ടിയത്. ആദ്യം നമ്മൾ 2 ഒഴിച്ചു, 1/2 കപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു. നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമുക്ക് ഈ ബ്രെഡ് പുഡിങ്ങിൻ്റെ കരാമൽ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു തിക്കായിട്ടുള്ള കരാമൽ ഉണ്ടാക്കിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോണ്ട് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് മാറ്റി വെക്കാം. ഈ ബ്രെഡ് പുഡിങ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മോൾഡിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ മിക്സിയിൽ അടിച്ചെടുത്തിരുന്ന ബ്രെഡ് പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബ്രെഡിൻ്റെ ആ പുഡിങ്ങിൻ്റെ കൂട്ടെടുക്കേണ്ടത്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ചു. നല്ലതുപോലെ പുഡിങ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടെല്ലാം നല്ലപോലെ പോയിരിക്കുക, റൂം ടെമ്പറേച്ചറിലായിരിക്കുകയാണ്. നമുക്കിതിന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് കമഴ്ത്താം. നമ്മൾ പുഡിങ് പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.